PJ വിൻസെന്റ്, 3 ആക്രമണങ്ങളാണ് കഴിഞ്ഞ 21 മാസത്തിനിടെ ട്രംപിന് നേരെ ഉണ്ടാകുന്നത്. ട്രംപ് സുരക്ഷിതനാണ് എങ്കിൽ പോലും ട്രംപും വൈസ് പ്രസിഡന്റും മാർക്കോ റൂബിയോയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ചടങ്ങിലേക്ക് ഒരു അക്രമി എത്തുകയും വെടിയുതിർക്കുകയും ചെയ്തു എന്നത് വലിയ സുരക്ഷാ വീഴ്ചയായി തന്നെ കാണേണ്ടേ? തീർച്ചയായിട്ടും അത് വളരെ ഗുരുതരമായ ഒരു സുരക്ഷാ ഭീഷണി തന്നെയാണ്. അമേരിക്കൻ ചരിത്രത്തിൽ നിരവധി പ്രസിഡന്റുമാർ പല സന്ദർഭങ്ങളിലും ആക്രമണത്തിന് വിധേയമായിട്ടുണ്ട്. മഹാന്മാരായ അബ്രഹാം ലിങ്കൺ, ജോൺ എഫ് കെന്നഡി പോലെയുള്ള പ്രസിഡന്റുമാർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ട്രംപിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് നേരെ ഉണ്ടാകുന്ന 3ാമത്തെ വധശ്രമമാണ് എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ സംഘടിതമായ കൊലപാതക ശ്രമമാണോ, അതോ ഏതെങ്കിലും വ്യക്തികൾ അദ്ദേഹത്തോടുള്ള വിയോജിപ്പ് കാരണം നടത്തിയിട്ടുള്ള ആക്രമണമാണോ എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളൊക്കെ വരേണ്ടിയിരിക്കുന്നു. തുടർന്നോളൂ. ഏതായാലും അമേരിക്കയുടെ അതിനേക്കാൾ ഒരു പക്ഷേ അത്തരത്തിലൊരു സംഘർഷാത്മകമായ സാഹചര്യത്തിലൂടെയാണ് ട്രംപ് കടന്നു പോകുന്നത്. അദ്ദേഹത്തിന്റെ വിദേശ നയം, അദ്ദേഹത്തിന്റെ 2ാം ഘട്ടത്തിൽ മാഗ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോവുകയും അതിനുശേഷം പിഴച്ചുങ്കം ചുമത്തിക്കൊണ്ട് അദ്ദേഹം തുടങ്ങി വെച്ച വ്യാപാര യുദ്ധം, അതിന്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ള ഗസ യുദ്ധം, ഉക്രൈൻ യുദ്ധം, പിന്നെ വെനിസ്വേലയിൽ നടത്തിയിട്ടുള്ള ഇടപെടൽ, ഇപ്പോൾ ഇറാനിൽ നടത്തിയിട്ടുള്ള ഇടപെടൽ, ഇതെല്ലാം തന്നെ ഒരു വിജയത്തിലെത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ എല്ലാ അർത്ഥത്തിലും ട്രംപിന് കൈപൊള്ളിയ ഒരു സന്ദർഭമാണ് ഇറാൻ യുദ്ധത്തിൽ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് ഇറാനെ ആക്രമിക്കുന്ന സന്ദർഭത്തിൽ ഇറാൻ ഏത് പൊസിഷനിലാണോ ഒരു പക്ഷേ അതിനേക്കാൾ ശക്തമായി ഒരു നെഗോഷിയേഷൻ ടേബിളിൽ വാദിക്കാൻ പറ്റുന്ന ഒരു നിലയിലേക്ക് ഇറാൻ മാറിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫെബ്രുവരി 28-ന് അക്രമം നടത്തുന്ന സമയത്ത് ഇറാന്റെ മിസൈൽ പദ്ധതിയും ആണവ ആയുധം ശേഖരിക്കുന്നതും യുറേനിയത്തിന്റെ സമ്പുഷ്ടീകരണവും ഒക്കെയാണ് വിഷയമെങ്കിൽ അതെല്ലാം വിഷയമല്ലാതായി മാറുകയും ഹോർമൂസ് കടലിടുക്ക് എങ്ങനെയെങ്കിലും തുറന്നാൽ മതി എന്ന നിലയിലേക്ക് അമേരിക്കയുടെ ലക്ഷ്യങ്ങൾ മാറുകയും ചെയ്തിരിക്കുന്നു. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇറാനിൽ കൈപൊള്ളി. അതോടൊപ്പം ഡൊമസ്റ്റിക് പോളിസി എടുത്തു കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് പൊളിറ്റിക്സിൽ അദ്ദേഹം വലിയ രൂപത്തിൽ കോർണർ ചെയ്യപ്പെട്ട ഒരു സന്ദർഭമാണ്. അദ്ദേഹത്തെ കഴിഞ്ഞ അഭിപ്രായ സർവേയിൽ 72% ആളുകൾ അദ്ദേഹത്തിന്റെ പോളിസിക്കെതിരായിട്ട് വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഇനി 60 ദിവസത്തിലധികം യുദ്ധം തുടർന്ന് കൊണ്ടുപോകണമെങ്കിൽ അമേരിക്കൻ കോൺഗ്രസിന്റെ പിന്തുണ അദ്ദേഹത്തിന് ആവശ്യമാണ്. അത് ലഭിക്കുമോ എന്ന് ഇപ്പോൾ ഉറപ്പില്ല. റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ തന്നെ ശക്തമായ ഒരു ലോബി ട്രംപിനെതിരായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു. അതുപോലെ അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ തന്നെയുള്ള ഈ റൈറ്റ്സ് ഗ്രൂപ്പുകൾ, ഹ്യൂമൻ റൈറ്റ്സ് ഗ്രൂപ്പുകൾ, അതുപോലെ സ്ത്രീവിമോചന പ്രസ്ഥാനങ്ങൾ അടക്കമുള്ള സംഘങ്ങൾ അതിശക്തമായി ട്രംപിനെതിരായിട്ട് വരികയാണ്. ഇവരെല്ലാം ഇടതുപക്ഷ ഭീകരവാദികൾ എന്നൊന്നും അഭിസംബോധന ചെയ്തിട്ട് കാര്യമില്ല. അതോടൊപ്പം പോൾ ലിയോ, അദ്ദേഹം അമേരിക്കക്കാരനായ പോപ്പ്, അദ്ദേഹം ശക്തമായ വിമർശനം ട്രംപിനെതിരെ ഉയർത്തി. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് ഇടതുപക്ഷ ഭീകരവാദികളോടൊപ്പം പോപ്പ് ചേർന്നിരിക്കുന്നു എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തിന്റെ റെസ്പോൺസ് വരുന്നത്. അപ്പൊ ഇങ്ങനെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ആഗോള ഇടപെടലിലും കൈപൊള്ളിയ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ട്രംപിനെതിരെ അദ്ദേഹം തന്നെ വാദിക്കുന്ന 3ാമത്തെ വധശ്രമം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണോ, അതോ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് സുരക്ഷാ ഭീഷണി ഉണ്ടോ എന്നിത്യാദി കാര്യങ്ങളെ സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ റിപ്പോർട്ട് വന്നാൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുമുള്ളൂ. ഏതായാലും താങ്കൾ സൂചിപ്പിച്ചതുപോലെ സുരക്ഷാ ഭീഷണിയുണ്ട്. അമേരിക്കയുടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് JD വാൻസ്, മാർക്കോ റൂബിയോ തുടങ്ങി അവിടുത്തെ ട്രംപ് ഭരണകൂടത്തിന്റെ 1, 2, 3, 4 തുടങ്ങി സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ പങ്കെടുക്കുന്ന ഒരു യോഗമാണ്. അവിടെ ഒരു വെടിവെപ്പുണ്ടായി എന്നുള്ളത് തീർച്ചയായിട്ടും അതീവ ശ്രദ്ധയോടുകൂടി പരിഗണിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. തീർച്ചയായും. ശ്രീ ഷാബു പ്രസാദ്, ലോകരാഷ്ട്രങ്ങൾ ഇപ്പോൾ ഈ സംഭവത്തെ അപലപിച്ചിട്ടുണ്ട്. ഇന്ത്യയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഭവത്തെ അപലപിക്കുകയും
ജനാധിപത്യത്തിൽ വയലൻസിന് യാതൊരു സ്ഥാനവുമില്ല എന്ന കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യമാണ് ഉള്ളത്. നമുക്കറിയാം, പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപ് മത്സരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അത് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് തന്നെ അനുകൂലമാകുന്ന ഒരു വലിയ സാഹചര്യം ആ തെരഞ്ഞെടുപ്പിൽ സൃഷ്ടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ട്രംപ് വലിയ രീതിയിൽ ഒറ്റപ്പെടുന്ന നിലപാടുകൾ ഈ യുദ്ധം തുടങ്ങിയ അന്നു മുതൽ ഇന്ന് വരെ എടുത്തിട്ടുള്ള ട്രംപിന്റെ നിലപാടുകളൊക്കെയും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. അത് ആസൂത്രിതമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇപ്പോൾ ചില സംശയങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് PJ വിൻസെന്റ് സംസാരിച്ച് നിർത്തുന്നത്. കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരണമെന്നത് അദ്ദേഹം സൂചിപ്പിക്കുന്നു. ട്രംപ് സംസാരിക്കുമ്പോൾ ഒരിക്കൽ പോലും സുരക്ഷാ വീഴ്ച എന്നതിലേക്ക് അദ്ദേഹം വിരൽ ചൂണ്ടുന്നില്ല. തന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു, ഞങ്ങളെല്ലാവരും സേഫാണ്, അത് സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടായിട്ടില്ല, അവരുടെ നേട്ടമായിട്ടാണ് ട്രംപ് അവകാശപ്പെടുന്നത്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഒരു ആസൂത്രിത നീക്കമാണോ ട്രംപിനെതിരെ ഉണ്ടാകുന്നത്? നോക്കൂ, ഇപ്പം താങ്കൾ ഇൻട്രോയിൽ ഇങ്ങനെ പറഞ്ഞു അമേരിക്കയുടെ മുഖം, ട്രംപിന്റെ മുഖം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എന്നുള്ളത് വലിയൊരു അളവോളം അത് ശരി തന്നെയാണത്. പക്ഷെ അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ട്രംപിലെ ഈ വായിലെ നാക്കാണ് ട്രംപിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം അദ്ദേഹത്തിന്റെ ഈ വിടുവായത്വത്തിനുമാണ്. പിന്നെ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഈ ഒരു ആക്രമണം എന്ന് പറയുന്നത്, രേണുക, നമ്മളൊന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഒരു ജസ്റ്റ് കോമൺ സെൻസിനൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ വിമാനത്തിലൊക്കെ പോയിട്ടുള്ളതല്ലേ. ഒരു സാധാരണ എയർപോർട്ടിലെ ചെക്കിങ്ങിൽ പോലും നമ്മൾ പോകുമ്പോൾ പോലും ഒരു തോക്കോ അല്ലെങ്കിൽ മൂർച്ചയുള്ള എന്തെങ്കിലും ഒരു ആയുധമോ അതിൻ്റെ ആ സെക്യൂരിറ്റി സോൺ കടന്നു പോകാൻ കഴിയുമോ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് വൈറ്റ് ഹൗസാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ ഒരു അധികാര കേന്ദ്രമാണത്. ലോകത്തിലെ ഏറ്റവും വലിയ എക്കണോമിക് പവറിൻ്റെ, മിലിറ്ററി പവറിൻ്റെ ഒരു പരിധി വരെ ലോകത്തിനെ നിയന്ത്രിക്കുന്ന ഒരു സ്ഥിരാകേന്ദ്രമാണ് ശരിക്ക് വൈറ്റ് ഹൗസ് എന്ന് പറയുന്നത്. അവിടേക്ക് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ ഉള്ള ഒരു അവസ്ഥയിൽ ഒരു തോക്കുധാരി കടന്നു ചെന്ന് വെടിയുതിർക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ നമ്മുടെ ഒരു കോമൺ സെൻസിന് ഇത് ദഹിക്കും രേണുക? എങ്ങനെ? ഞാൻ പറയുന്നത്, നമ്മുടെ ഇവിടുത്തെ ഒരു സാധാരണ എയർപോർട്ടിലെ ഒരു ചെക്കിങ് നമ്മൾ നോക്കൂ, അവിടെ ഇത് നോക്കൂ. അപ്പം അവരുടെ സുരക്ഷ ഇത്രയധികം ഭീകരമായി പരാജയപ്പെട്ടോ അമേരിക്കയുടേത്? അത് പ്രത്യേകിച്ച് 9/11 ശേഷം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ സുരക്ഷ, ആഭ്യന്തര സുരക്ഷ എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തതാണ്. അങ്ങനെയുള്ളിടത്ത് വൈറ്റ് ഹൗസിൽ ഒരു തോക്കുധാരി വളരെ കൂളായിട്ട് കടന്നു ചെന്ന് അവിടെ വെടിയുതിർത്തു എന്നൊക്കെ പറഞ്ഞാൽ അത് നമുക്ക് ദഹിക്കുന്ന ഒരു കാര്യമില്ല. അതിനുശേഷമുള്ള പ്രതികരണമാണ് കൂടുതൽ. അതായത് സുരക്ഷാ വീഴ്ചയെ പറ്റി അവർക്കൊരു പ്രശ്നവുമില്ല. അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കുന്നതിൽ അവിടുത്തെ സുരക്ഷ കാര്യക്ഷമമായി പ്രവർത്തിച്ചു, അതിനെ അഭിനന്ദിച്ചു. അതിനുശേഷം തോക്കുധാരി കാലിഫോർണിയയിൽ നിന്നുള്ള ഒരു മാനസിക രോഗി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.